അതിനു മുമ്പ് വിഴിഞ്ഞത്തിന്റെ നിർണായക വഴികൾ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം കടന്നു പോകുന്ന ആ നിർണായക ഘട്ടം നമുക്ക് ഇങ്ങനെ കാണാം. അതായത് അതിലേറ്റവും പ്രധാനം റോഡ് മാർഗമുള്ള ചരക്ക് കയറ്റിറക്കുമതി ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, പൊതുജനങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ നേട്ടം നേരിട്ട് കിട്ടാനുള്ള വഴി തുറക്കൽ കൂടി ഇതിൽ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വിഴിഞ്ഞം പദ്ധതി എന്താണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ലോക മാർക്കറ്റിലേക്ക് വിഴിഞ്ഞം വഴി ഇനി കയറ്റുമതി ചെയ്യാം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. അതായത് നമ്മൾ വിഴിഞ്ഞം ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിടുന്നത് കൊളംബോ, സിംഗപ്പൂർ, ഒപ്പം തന്നെ ദുബായ്, ഈ 3 പോർട്ടുകൾ വഴി ലോകത്തിൻ്റെ പല ഇടങ്ങളിലേക്കും ഇറക്കുമതി നടന്നിരുന്ന ആ ഉപഭോക്താക്കളെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വൻകിട വ്യാപാരികളുണ്ട്, ചെറുകിട വ്യാപാരികളുണ്ട്, എക്സ്പോർട്ട് ലൈസൻസ് ഉള്ള അത്തരം വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ ചെറുതും വലുതുമായുള്ള സംഘങ്ങളെയാണ് നമ്മൾ വിഴിഞ്ഞത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ വ്യാപാരികൾക്ക് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാം ഇവിടേക്ക് വന്നു പോകാം. ഒപ്പം തന്നെ ചെറു ഷിപ്പുകളിലേക്ക് വന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും വിഴിഞ്ഞത്തേക്ക് എത്തിച്ച് ഇവിടെ നിന്നും മദർ ഷിപ്പുകളിലൂടെ കണ്ടെയ്നറുടെ കൈമാറ്റം, അത്തരമൊരു സാധ്യതയും നമ്മൾ നമ്മുടെ പദ്ധതിയിലുണ്ട്. അതാണ് വിഴിഞ്ഞം തുറക്കാൻ പോകുന്ന സാധ്യത. ഇനി ഈ വിഴിഞ്ഞത്ത് നിന്നും ഒരു ഉൽപ്പന്നം അത് കയറ്റി അയച്ചാൽ യൂറോപ്പിൽ എത്ര ദിവസം കൊണ്ടെത്തും? 24 ദിവസം കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. ഇതാണ് പുതിയ കണക്കിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 24 ദിവസം, അതായത് ഏകദേശം 10 ദിവസത്തിലധികം കുറവാണ് മുൻ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് വിഴിഞ്ഞം ഉണ്ടാക്കുന്ന മറ്റൊരു നേട്ടം. മറ്റൊരു കാര്യം, ഈ വ്യാപാരികൾക്ക് കയറ്റിറക്കുമതി ചെലവിലുണ്ടാകുന്ന വൻ കുറവാണ്. അതായത് ഏകദേശം 50% അധികം വരുന്ന കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ പറയുന്നു. അങ്ങനെ വിഴിഞ്ഞം തുറക്കാൻ പോകുന്ന സാധ്യതകൾ അത് എത്രമാത്രം എന്നതിൻ്റെ പ്രകടനമാണ് ഇനി അവിടെ സംഭവിക്കുന്നത്. അതാണ് വിഴിഞ്ഞം തുറക്കുന്ന സാധ്യതകളും ഏറ്റവും പ്രാധാന്യമുള്ളതായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വിഴിഞ്ഞം എങ്ങനെ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് അവിടെ ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിഴിഞ്ഞം എന്ന സാധ്യതയിൽ പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യമായി സമുദ്ര മിഷൻ എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തുറമുഖ നഗരം എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ വിഴിഞ്ഞം തുറക്കുന്ന സാധ്യതകളിലൂടെ ഈ തുറമുഖ നഗരം എന്ന പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ വിഴിഞ്ഞം വഴി തുറക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് നേട്ടമായി മാറുമ്പോൾ സ്വാഭാവികമായും പുതിയ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളുടെ തുടർച്ച കൂടി ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ ആരംഭിക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഈ വേദിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കും. എന്താണ് വിഴിഞ്ഞം വഴി തുറക്കുന്ന വമ്പൻ സാധ്യതകൾ, ആ വമ്പൻ സാധ്യതകളെ കേരളം എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.